പി.വി. അൻവർ ഇടതുപക്ഷ പാളയം വിട്ട് പുറത്തേക്ക് പോകുമോ? കോൺഗ്രസിൽ നിന്നും വന്നയാളാണ് പി.വി. അൻവർ എന്ന് കഴിഞ്ഞ ദിവസം പി. ശശിയെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. അതിന് നല്ല മറുപടി തന്നെയാണ് പി.വി. അൻവർ കൊടുത്തത്. അതെ, ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസിൽ നിന്നാണ് ഞാൻ ഇടതുപക്ഷത്തേക്ക് വന്നത്. EMSും കോൺഗ്രസ്സുകാരനായിരുന്നു. ആദ്യം അദ്ദേഹം KPCCയുടെ സെക്രട്ടറി ആയിരുന്നു. പിന്നീടാണല്ലോ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയത്. അത് കുറുകിക്കൊള്ളുന്ന ഒരു മറുപടിയായിട്ടാണ് സൈബർ സഖാക്കൾക്ക് തോന്നിയത്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കി. പി.വി. അൻവർ അച്ചടക്കം പാലിച്ചില്ല, പരസ്യമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും പോലീസിനും DGPക്കും പരാതി കൊടുത്തപ്പോൾ പോലും പരസ്യമായിട്ട് വാർത്താ സമ്മേളനം നടത്തി പല കാര്യങ്ങളും പുറത്തു വിളിച്ച് പറഞ്ഞു എന്നതാണ് പി.വി. അൻവർക്കെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവനയിൽ പ്രധാനമായും ഉള്ള ആരോപണം. അതിൽ നമുക്ക് ന്യായാന്യായങ്ങൾ കണ്ടെത്താം. എന്തിനാണ് അൻവർ പരസ്യമായിട്ട് ഇതൊക്കെ വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞത്? അന്വേഷണം പൂർത്തിയാകുന്നത് വരെ കാത്തിരുന്നു കൂടെ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഈ സംഭവം, അൻവർ ഉയർത്തിയ വിവാദങ്ങൾ പിണറായി സർക്കാരിൻ്റെ പ്രതിച്ഛായയെ വളരെയധികം ബാധിച്ചു എന്ന സത്യം സംസ്ഥാന സെക്രട്ടേറിയറ്റും പാർട്ടി നേതാക്കളും തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെ അൻവർ വീണ്ടും അതിന് മറുപടി പറഞ്ഞ സാഹചര്യത്തിൽ അൻവർ ഇനി എന്ത് ചെയ്യും? അൻവർ ഇടതുപാളയം വിട്ട് പുറത്തേക്ക് പോകുമോ എന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഇവിടെ UDFും ലീഗും വെയിറ്റ് ആൻഡ് സീ, കാത്തിരുന്ന് കാണാം, എവിടെ വരെ ഇത് പോകുന്നു എന്ന് നോക്കട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പരസ്യമായിട്ട് അൻവറിനെ എൻഡോഴ്സ് ചെയ്യാൻ ഇതുവരെ പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റോ ലീഗിൻ്റെ നേതൃത്വമോ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് ദിവസം നീണ്ടുപോകുമ്പോഴും ഇത് ഗവൺമെൻറ്റിനും പിണറായി സർക്കാരിനും ഇടതുപക്ഷത്തിനും ഉണ്ടാക്കുന്ന ഡാമേജ് ചെറുതല്ല. ഡാമേജ് കൺട്രോൾ അത്യാവശ്യമാണ്. അതായത് സൈബർ ഇടങ്ങളിൽ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ധാരാളം ഇടത് സഖാക്കളുടെ പ്രൊഫൈലുകളിൽ കമൻസ് വരുന്നുണ്ട്. പിണറായി വിജയന് ശേഷം ഇവിടെ പാർട്ടി വേണം, പാർട്ടിയിലെ സാധാരണ പ്രവർത്തകരുടെ വികാരമാണ് പി.വി. അൻവർ പങ്കുവയ്ക്കുന്നത്, പറയുന്നത്. അൻവറാണ് ശരി എന്നിങ്ങനെ ധാരാളം കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ സൈബർ ഇടങ്ങളിൽ ഇടത് സഹയാത്രികരും ഇടത് പ്രവർത്തകരും ഫേസ്ബുക്കിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ ഇടതുപക്ഷത്തിനും CPIMനും സാധിക്കില്ല. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ നാട്ടുമ്പുറത്ത് ഒരു ചായക്കടയിൽ രാവിലത്തെ രാഷ്ട്രീയ ചർച്ച ചായകുടിക്കിടയിൽ കേട്ടപ്പോൾ ഒരു 8-10 പേരുണ്ട്. അവരാരും പിണറായി സർക്കാരിനെ അനുകൂലിച്ച് സംസാരിക്കുന്നില്ല. വിഷയം മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച നുണക്കഥയാണ്. ചെലവിനെ പറ്റി, വയനാട്ടിലെ പുനരധിവാസ ചെലവ് എസ്റ്റിമേറ്റിനെ കുറിച്ച് മുഖ്യമന്ത്രിയും സർക്കാരും എല്ലാം വിശദീകരിച്ചിട്ടും ഇന്നലെ ഇവിടുത്തെ നാട്ടുമ്പുറത്തെ ചായക്കടയിലെ രാഷ്ട്രീയ ചായ ചർച്ചയിൽ ഒരാൾ പോലും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാനില്ല. മാധ്യമങ്ങളിൽ വന്നതെല്ലാം ശരിയാണല്ലോ എന്ന ഒരു തോന്നൽ പബ്ലിക്കിനിടയിൽ, പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു. ഇത് ഇടതുപക്ഷവും CPMും കാണാതെ പോകരുത്. വെരി ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. അതായത് മാധ്യമങ്ങൾ ഒരു നുണക്കഥ പ്രചരിപ്പിച്ചിട്ട് ജനങ്ങളത് വിശ്വസിക്കുന്നു. അതിനെ കൗണ്ടർ ചെയ്യാൻ ഫലപ്രദമായ നടപടികൾ ഇടതുപക്ഷത്തിൻ്റെയോ CPIMൻ്റെ, അതിനെ നയിക്കുന്ന CPIMൻ്റെയോ ഭാഗത്തു നിന്ന് വേണ്ടത്ര ഉണ്ടാവുന്നില്ല. ഇപ്പോൾ പോകുന്ന രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ 2026 അടുത്ത അസംബ്ലി ഇലക്ഷൻ നടക്കുകയാണ്. അതിനു മുമ്പൊരു പാരയുണ്ട്. കേന്ദ്ര സർക്കാർ എവിടുന്നെങ്കിലും ഭൂരിപക്ഷം 3-2 സംഘടിപ്പിച്ചിട്ട് MP മാരെ വിലക്കെടുത്തിട്ട് ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ്, അല്ലെ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയാൽ കേരള നിയമസഭയുടെ കാലാവധി 2.5 വർഷം കുറയും. ഇനി 4 കൊല്ലം കിട്ടത്തില്ല.
2.5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഇവിടെ അസംബ്ലി ഇലക്ഷൻ നടത്തേണ്ടി വരും. ഈ ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം നിയമമായി കഴിഞ്ഞാൽ BJPയുടെ അജണ്ടയാണത്. അപ്പോൾ ഇലക്ഷൻ നേരത്തെ വരാം. ഈ ഒരു സാഹചര്യത്തിൽ BJP ലക്ഷ്യം വയ്ക്കുന്നത് അതാണ്. അപ്പോൾ ഇവിടെ ട്രബിൾ ഷൂട്ടിംഗ് നടത്തിയില്ലെങ്കിൽ, ഡാമേജ് കൺട്രോൾ നടത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന നുണ വിശ്വസിക്കുന്ന സമൂഹമായി നമ്മുടെ മലയാളി സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് സത്യാനന്തര കാലഘട്ടം എന്ന് പറയുന്നത്, പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് അതാണ്. നുണകൾ തന്നെ തട്ടിവിടുമ്പോൾ അത് സത്യമാണെന്ന് ജനങ്ങൾ പത്രങ്ങൾ വായിച്ചും ചാനൽ കണ്ടിട്ടും ഓൺലൈൻ യൂട്യൂബ് കണ്ടിട്ടും, ഓൺലൈൻ യൂട്യൂബിൽ ഇടതുപക്ഷത്തിനെതിരെ മൈക്ക് വെക്കുന്ന എത്രയോ ചാനലുകൾ മലയാളത്തിലുണ്ട്. അവരെല്ലാവരും ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോ ചെയ്യുന്നതൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കാണുന്നത്. ഇതിനെ കൗണ്ടർ ചെയ്യാൻ യാതൊരു കാര്യമായ ഫലപ്രദമായ നടപടിയും ഇടതുപക്ഷത്തിനും CPMനും അടുത്ത കാലത്തായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കോൺഗ്രസിന് പേടിക്കാനില്ല, BJPക്ക് പേടിക്കാനില്ല. കോൺഗ്രസിനും BJPക്ക് എല്ലാ പണികളും മീഡിയ ചെയ്തു കൊടുക്കുന്നുണ്ട്. മുഖ്യധാര മാധ്യമങ്ങൾ തീവ്ര വലതുപക്ഷ നിലപാടിലൂടെ കോൺഗ്രസിനെയും BJPയും കൈമയും മറന്ന് സഹായിക്കുന്ന മീഡിയ, മുഖ്യധാര മീഡിയയാണ് ഇവിടെ ഉള്ളത്. അവർ പ്രതിക്കൂട്ടിലാക്കുന്നത് ഇടതുപക്ഷത്തെയാണ്, CPIMനെയാണ്. ഇത് മനസ്സിലാക്കാതെ ഞങ്ങളിങ്ങനെ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെയാണ്, ഇത് എസ്റ്റിമേറ്റ് ആണ്, സത്യം ഇതാണെന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കിയിട്ട് കാര്യമില്ല. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വീടാന്തരം കയറി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കേഡർമാരെ രംഗത്തിറക്കണം പാർട്ടി CPM. ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഓരോ വീട്ടിലും പോയിട്ട് എന്താണ് സത്യമെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ചിലപ്പോൾ അതിൻ്റെ ഗുണം അടുത്ത ഇലക്ഷനിൽ കിട്ടിയെന്നിരിക്കും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ പോയാൽ കാര്യങ്ങളുടെ പോക്ക് അത്ര ഭംഗിയല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ PV അൻവർ ജനപിന്തുണയുള്ള നേതാവ് തന്നെയാണ്. ആദ്യം ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന PV അൻവർ വയനാട്ടിൽ 37,123 വോട്ട് നേടി. അത് കഴിഞ്ഞ് അദ്ദേഹം 2016 നിലമ്പൂർ മത്സരിച്ച് ഇടതുപക്ഷ പിന്തുണയോടെ മത്സരിച്ച് 11,504 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. വർഷങ്ങളോളം ആര്യാടൻ മുഹമ്മദ് കുത്തകയാക്കി വെച്ച കോൺഗ്രസ് സീറ്റ്, ആര്യാടൻ മുഹമ്മദ് 7 തവണയാണ് നിലമ്പൂരിൽ നിന്നും ജയിച്ചു വന്നത്. ആലോചിക്കണം. അങ്ങനെ കോൺഗ്രസിൻ്റെ ആര്യാടൻ മുഹമ്മദിൻ്റെ കുത്തകയായിരുന്ന നിലമ്പൂര് പിടിച്ചടക്കിയ നേതാവാണ് PV അൻവർ. അതിനെ വില കുറച്ച് കാണാൻ പാടില്ല. അപ്പോൾ 2021 2,700 വോട്ടിനാണ് അൻവർ ജയിച്ചത്. 2016 11,504 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്. അവസാനം ആര്യാടൻ കളമൊഴിഞ്ഞിട്ട് മകനെ നിർത്തി, ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തി. അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിനെ 2016 തോൽപ്പിച്ചാണ് അൻവർ ആദ്യമായിട്ട് ജയിക്കുന്നത്. അപ്പോൾ അൻവറിൻ്റെ രാഷ്ട്രീയം ഇനി എന്താണെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന അവസ്ഥയാണ്. പിണറായി സർക്കാരിനെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ധാരാളം തെറ്റിദ്ധാരണകൾ പറഞ്ഞു പരത്തിയിരിക്കുന്നു മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ. ആ തെറ്റിദ്ധാരണകൾ തിരുത്താൻ എണ്ണയിട്ട യന്ത്രം പോലെ CPIM പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതിൻ്റെ തിരിച്ചടി വൈകാതെ അടുത്ത ഇലക്ഷനുകളിൽ സംഭവിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഇതാണ് ലെഫ്റ്റ് റൈറ്റ് വോയിസിൻ്റെ വിലയിരുത്തൽ.